നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സുഹൃത്തുക്കളും പരിചയക്കാരും അല്ലാത്തവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത പരാജയത്തെക്കുറിച്ച് ബ്രിട്ടാസ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. പ്രതികരിക്കാൻ വൈകിയെന്ന് എനിക്കറിയാം. പക്ഷേ ചില സ്ഥിതിവിവര കണക്കുകൾ കൂടി കിട്ടിയിട്ട് പ്രതികരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആദ്യം തന്നെ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായത് കനത്ത പരാജയം തന്നെയാണ്. അത് സമ്മതിച്ചും ഏറ്റുപറഞ്ഞും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും മുന്നോട്ട് പോകുക എന്നതാണ് ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഇതിൽ സമൂലമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാന സെക്രട്ടറി തന്നെ അക്കാര്യം അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതേസമയം ഈ പരാജയത്തിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ വിശകലനത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിൽ ന്യായീകരണത്തിൻ്റെ ലാഞ്ചനയുണ്ടെന്ന് ചിലർക്ക് തോന്നിയേക്കാം. അത് ന്യായീകരണമല്ല, ഞാൻ കാണുന്ന വസ്തുതാപരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഒരു പക്ഷേ അത് നിങ്ങൾ കൂടി ആ ആർജവത്തോടെ പരിശോധിക്കുമ്പോൾ അതിൽ ചില യുക്തിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്ന്, ന്യൂനപക്ഷ ഏകീകരണവും ധ്രുവീകരണവും UDFന് അനുകൂലമായില്ലേ? സംശയലേശമെന്നേ പറയാവുന്ന കാര്യമാണത്. ന്യൂനപക്ഷങ്ങളോട് എന്തെങ്കിലും കുറ്റം, പാതകം ചെയ്തിട്ടല്ല അവർ ഇടതുപക്ഷത്തെ കൈവിട്ടത്. ചില പ്രതീതികൾ വേണമെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷയും അംഗീകാരവും അവസരവുമുള്ള സംസ്ഥാനമാണ് കേരളം. വെല്ലുവിളികൾക്കിടയിലും അയൽ സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ ഇരമ്പലുകൾക്കിടയിലും മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും സാമൂഹ്യ മൂലധനത്തെ പരിപോഷിപ്പിക്കാൻ ഇടതുപക്ഷം എന്നും ശ്രമിച്ചിട്ടുണ്ട്, അതിൽ വിജയിച്ചിട്ടുമുണ്ട്. എന്നിട്ടും എന്തേ ന്യൂനപക്ഷം ഇടതുപക്ഷത്തെ കൈവിട്ടു? അതിലൊരു കാര്യമുണ്ട്. ദേശീയ തലത്തിൽ BJPക്ക് ബദലായി ന്യൂനപക്ഷം കാണുന്നത് കോൺഗ്രസിനെയാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിൽ കോൺഗ്രസ്സിന് തുടർച്ചയായി പല വീഴ്ചകളും പറ്റിയിട്ടും അവർ നിലനിൽക്കണമെന്ന് ന്യൂനപക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പൗരത്വ പ്രശ്നം മുതൽ പലസ്തീൻ വരെയുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷം മുൻപന്തിയിൽ നിന്നിട്ടും ന്യൂനപക്ഷം UDFനെയാണ് പിന്തുണച്ചത്. അന്ന് ഇന്നത്തെ പോലെ ചർച്ച ചെയ്യപ്പെടുന്ന വെള്ളാപ്പള്ളി ഫാക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസും ഗാന്ധി കുടുംബവും നിലനിൽക്കുന്നത് കേരളം നൽകുന്ന അടിത്തറയ്ക്ക് മുകളിലാണ്. ഇക്കാര്യം ന്യൂനപക്ഷത്തിന് അറിയാം. ഒരിക്കൽ കൂടി പരാജയപ്പെടുക എന്നാൽ കോൺഗ്രസ് ശിഥിലമായി എന്നാണ് അവർ കരുതുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ശിഥിലമായി കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുക എന്നതാണ് കേരളത്തിൻ്റെ രീതി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇടതുപക്ഷക്കാരുടെ അഹങ്കാരവും ഹുങ്കുമൊക്കെ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം, ഉണ്ട് എന്ന് സംശയമുണ്ടോ? അതൊക്കെ തിരുത്തണം. പക്ഷേ ഇന്നും ഞാൻ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന ആളാണ്, നാട്ടിൻപുറത്ത് പോകുന്ന ആളാണ്, എല്ലാവരുമായിട്ടും സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഇന്നും നമ്മുടെ ജനങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അവർ ആദ്യം സമീപിക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകരെയാണ്. അവർക്ക് വിശ്വാസവും ഇടതുപക്ഷത്തെ തന്നെയാണ്. ഈ പറയുന്ന ഹുങ്കും അഹംഭാവവും ഒന്നും ചർച്ചയാകാത്ത ബംഗാളിലും തമിഴ്നാട്ടിലും മമതയും സ്റ്റാലിനും കനത്ത പരാജയങ്ങളാണ് ഏറ്റുവാങ്ങിയത്. അവരുടെ മണ്ഡലങ്ങളിൽ പോലും അവർ പരാജയപ്പെട്ടു. അല്ല, ഇതൊന്നും നമ്മുടെ തോൽവിയെ ലഘൂകരിക്കാൻ പറയുന്ന കാര്യങ്ങളല്ല. പാർട്ടിക്കൊപ്പം നിന്നവർ മറുപക്ഷത്ത് സ്ഥാനാർത്ഥികളായി വന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയൂ. അതുതന്നെയാണ് ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഇനി പറയുന്നത് ഒരു ഒഴിഞ്ഞുമാറലാണെന്ന് ആരും കരുതരുത്. RSSും ജനസംഘവും BJPയും ഒരുപോലെ തങ്ങളുടെ മുഖ്യ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണ്. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. ഇപ്പം അമിത്ഷായുടെ ഒരു പ്രസ്താവനയുണ്ട്, പ്രതികരണമുണ്ട്. 80 ലോക്സഭാ സീറ്റുള്ള UP ആണോ എനിക്ക് കൂടുതൽ സന്തോഷം പകരുന്നത്, അതെയോ 20 ലോക്സഭാ സീറ്റുള്ള കേരളമാണോ എന്ന് ചോദിച്ചാൽ കേരളത്തെ ആയിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, അമിത്ഷായാണ്. ഒളിഞ്ഞും തെളിഞ്ഞും അവർ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ എക്കാലത്തും
ശ്രമിച്ചിട്ടുണ്ട്. ഇക്കുറിയും അത് സംഭവിച്ചിട്ടുണ്ട്. BJP വോട്ടുകളിൽ വന്ന കുറവാണ് ഒരു ഡസനിലേറെ മണ്ഡലങ്ങളിൽ UDFൻ്റെ വിജയത്തിന് വഴിവെച്ചത്. നമ്മുടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച നിയമമണ്ഡലം പരിശോധിച്ചാൽ ഈ കൂട്ടുകെട്ടിൻ്റെ തെളിവുകൾ സ്ഫടികം പോലെ വ്യക്തമാകും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിടിച്ച വോട്ട് നിലനിർത്തിയിരുന്നെങ്കിൽ, അവർ റീറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ശിവൻകുട്ടി തന്നെ വിജയിക്കുമായിരുന്നു, ഒരു സംശയമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ത്വരിത വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും പാതകൾ വെട്ടിത്തെളിച്ച സർക്കാരാണ് പിണറായി സർക്കാർ, പിണറായി ഗവൺമെൻറ് എന്നത് എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ ജനങ്ങളത് കണക്കിലെടുത്തിട്ടില്ല. പക്ഷേ അത് അവരുടെ അവകാശമാണ്. കണക്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവരുടെ അവകാശമാണ്. അതിനൊന്നും ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇവിടെയാണ് കലർപ്പില്ലാത്ത എളിമയും സത്യസന്ധതയും പുലർത്തിക്കൊണ്ട് ഈ വീഴ്ചയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടത്. അത് കഴിയണം. ഇതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച ഇടതുപക്ഷത്തിന് അതിന് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രസ്ഥാനത്തിന് മാത്രമല്ല, കേരളത്തിൻ്റെ അതിജീവനത്തിനും ഇത് അനിവാര്യമാണ് എന്ന് വിനയപൂർവ്വം ഞാൻ അടിവരയിടുന്നു. വി ഷാൽ ഓവർകം.